രണ്ടു നേരം കാണാൻ ഭാഗ്യമുള്ളവരുണ്ട്. തിരുബിതങ്ങൾ പറയുകയാണ്, അല്ലാഹുവിനെ കണ്ടാൽ പിന്നെ കണ്ണെടുക്കാൻ നോക്കില്ല. കണ്ണിമ വെട്ടാതെ അല്ലാഹുവിന്റെ തിരാത്ത്, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു സൗന്ദര്യം ഇഷ്ടപ്പെടുന്നവനാണ്, അല്ലാഹു സൗന്ദര്യമുള്ളവനാണ്. കണ്ടാൽ പൂതി തീരില്ല നിബിതങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നോക്കിയിരിക്കുന്നതാണ്. എല്ലാ അനുഗ്രഹം മറന്നുപോകും. ചായ കുടിക്കാൻ മറന്നുപോകും, കുടുംബത്തിലേക്ക് പോകാൻ മറന്നുപോകും, എല്ലാം മറന്നുപോകും. എല്ലാം മറന്നു അല്ലാഹുവിനെ നോക്കി ഇങ്ങനെ കണ്ടിരിക്കും. അപ്പോഴാണ് മാലാഖമാർ വിളിക്കുന്നത്, ഇന്ന റബ്ബക്കും തബാറക വതആല യസ്തസീറുക്കും ഫഹയ്യ അലാ സിയാറതി. അല്ലാഹു നിങ്ങളെ സന്ദർശിക്കണമെന്ന് പറയുന്നുണ്ട്, നിങ്ങളെ വന്ന് കാണണമെന്ന് പറയുന്നുണ്ട്, അല്ലാഹു നിങ്ങളെ കാണണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വരണം, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോകാം. സ്വർഗ്ഗലോകത്ത് വിളിച്ചു പറയും, അല്ലാഹുവേ ഇതൊക്കെ കേൾക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കൊക്കെ നൽകണേ തമ്പുരാനെ. പാപികളും ദോഷികളും പാപങ്ങളെമ്പാടും ചെയ്തു കൂട്ടിയവനാണ്. اللهم إنا عبادك الضعفاء المقصرون المذنبون اللهم تغمدنا برحمتك وفضلك يا رب العالمين اللهم اجعلنا من عتقائك من النار اللهم أدخلنا الجنة مع الأبرار. അല്ലാഹു നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളെ വരണം വരണം എന്ന് പറയുമ്പോ എല്ലാവരും പറയും സമഅൻ വതഅ. കേട്ടു കേട്ടു, ഞങ്ങൾ അനുസരിച്ചു വരികയാണ്. അല്ലാഹു ഞങ്ങളെ കാണണമെന്നുണ്ടോ, ഞങ്ങൾ വരുന്നു. എല്ലാവരും പെട്ടെന്ന് എഴുന്നേൽക്കുകയായി. എല്ലാവരും പെട്ടെന്ന് എഴുന്നേൽക്കുന്നു അവിടുന്ന്. മുബാദിരീന, അപ്പോഴാണ് അവർക്ക് യാത്ര പോകാൻ മുന്തിയതരം വാഹനങ്ങൾ റെഡിയാണ്. ഇച്ചിരി ദൂരം പോവാനുണ്ട്, വാഹനങ്ങൾ റെഡിയാണ്. എല്ലാവരോടും കയറാൻ വേണ്ടി പറയുന്നു. എങ്ങനെ മനസ്സിൽ കണ്ടു നോക്കൂ, അല്ലാഹു നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്ന് മലക്കുകൾ വിളിച്ചു പറയുന്നു. എല്ലാവരും എഴുന്നേറ്റു പോകാം. അപ്പോഴേക്കും വാഹനം റെഡിയാണ് കടന്നു പോകാൻ. ആ വാഹനത്തിലേക്ക് അവർ കയറുന്നു. ആ വാഹനപ്പുറത്ത് വളരെ പെട്ടെന്ന് യാത്ര തുടങ്ങുകയായി. അങ്ങനെ സ്വർഗലോകത്തിന്റെ ഒരു താഴ്വരയുടെ പേരാണ് അൽ വാദിൽ അഫിയഹ്. അൽ വാദിൽ അഫിയഹിലേക്ക് അവർ എത്തിപ്പെടുമ്പോൾ അവിടെയാണ് അല്ലാഹു കാണാൻ അവർക്ക് നിശ്ചയിച്ചു വെച്ച സ്ഥലം. അവിടെയാണ് തആല അല്ലാഹു അനിൽ മകാനി വഅനിൽ ഹയ്യിസ് ഉലുവൻ കബീറാ. ഇത് അല്ലാഹുവിന്റെ ലോകമാണ്. ഒരു സ്ഥാനമോ സ്ഥലമോ ആവശ്യമില്ലാത്തവനാണ് അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് വേണ്ടി. പക്ഷേ അത് അല്ലാഹു തിരഞ്ഞെടുത്ത സ്ഥലം അതാണ്. എല്ലാവരും വന്നു, ആരും വിട്ടുപോയിട്ടില്ല. എല്ലാവരും ആദ്യമായി അല്ലാഹുവിനെ കണ്ടുമുട്ടുകയാണ്. അല്ലാഹുവിന്റെ അധികാരത്തിന്റെ കസേര അവിടെ കൊണ്ടുവന്ന് നിർത്താൻ വേണ്ടി പറയും. നബിതങ്ങൾ പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, കോടാനുകോടി ബില്യൺ കണക്കിന് നക്ഷത്ര ഗാലക്സികളുള്ള ഈ പ്രപഞ്ചം ഒന്നാകെ അല്ലാഹുവിന്റെ കുർസിയിലേക്ക് തട്ടിച്ചു നോക്കിയാൽ മരുഭൂമിയിലെ ഒരു ചെറിയ വട്ടക്കണ്ണിയാണ് ഈ ലോകമെങ്കിൽ ആ മരുഭൂമിയാണ് അല്ലാഹുവിന്റെ കുർസിയെ. ആ കുർസിയും അർശും അതുപോലെയാണ്. മരുഭൂമിയിലെ ചെറിയ വട്ടക്കണ്ണി കുർസിയാണെങ്കിൽ അർശ് എന്ന് പറയുന്നത് ആ മരുഭൂമിയാണത്രേ. ഹബീബായ തങ്ങളുടെ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അത്രയും ഗംഭീരമായ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് കുർസി. അതവിടെ الاستواء معلوم والكيف مجهول والايمان به واجب والسؤال عنه بدعه എന്ന് മഹാനായ ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്. മുതഅല്ലിമീങ്ങളായ ആളുകൾ ഈ ഹദീസ് പഠിക്കുന്നതോടുകൂടെ മനസ്സിലാക്കുക, അല്ലാഹുവിന്റെ ഇസ്തിവാ നമ്മൾ ഇരിക്കുന്ന പോലെ മനസ്സിലാക്കാൻ പാടുള്ളതല്ല. അല്ലാഹു തആലയുടെ കുർസി കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു. അവിടെ വന്നു. ثم نصبت لهم منابر من لؤلؤ. ഇനിയാണ് നോക്കേണ്ടത്. ثم نصبت لهم منابر من لؤلؤ. അതിമനോഹരമായ മുത്തുകളാൽ മാത്രം നിർമ്മിക്കപ്പെട്ട ചില കസേരകൾ കൊണ്ടുവരും. അവിടെ കുറെ വിഐപികൾ അവിടേക്ക് ഇരിക്കാൻ നോക്കി. മുഅ്മിനീങ്ങൾ അല്ലാഹു തൗഫീഖ് തരട്ടെ. മുത്തുകളുടെ കസേരകൾ വിരിച്ചു കൊടുക്കും. അവിടെ ഒരു കൂട്ടർ. വമനാബിറു മിൻ നൂർ. പ്രകാശത്തിന്റെ കസേരകൾ വേറെയുണ്ട്. അടുത്ത ലെവൽ അതാണ്. അവിടെ കസേരകളിൽ നൂറിന്റെ കസേരകൾ ഇരിക്കുന്നുണ്ട്. വമനാബിറു മിൻ സബർജദ്. മനോഹരങ്ങളായ കല്ലുകൾ, വിലപിടിപ്പുള്ള കല്ലുകൾ, സബർജദ് കൊണ്ടുണ്ടാക്കിയ കസേരകൾ അടുത്ത റോയിൽ. അവിടെ കുറെ ആളുകൾ. വമനാബിറു മിൻ ദഹബിൻ. ഗ്രേഡ് കുറഞ്ഞു വരാൻ. വമനാബിറു മിൻ ദഹബിൻ. സ്വർഗീയ സ്വർണം കൊണ്ടുണ്ടാക്കിയ കസേരകളുണ്ട്. അവിടെ ഒരു വിഭാഗം ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നാകെ അല്ലാഹുവിനെ കാണാനിരിക്കുകയായി. വമനാബിറു മിൻ ഫിദ്ദ.
അള്ളാഹുവിനെ കാണാനിരിക്കുന്ന ഗാലറിയിലുള്ളത് വമനാബിറു മിൻ ഫിദ്ദത്തിൻ, വെള്ളിയുടെ മനോഹരങ്ങളായ കസേരകളാണ്. അവിടെയും കുറെ വിഐപികളായി ഇവിടുന്നായി പോകുന്നത് അള്ളാഹുവിന്റെ മുമ്പെന്ന് പോവാണ്. മനാബിറു മിൻ ലുഅ്ലു, മുത്തുകളും പ്രകാശവും മരതക കല്ലുകളും സ്വർണവും കഴിഞ്ഞ് ഡയമണ്ട് കഴിഞ്ഞ് സ്വർണം കഴിഞ്ഞ് വെള്ളിയിലേക്ക് സിൽവറിലേക്ക് എത്തി നിൽക്കുകയാണ്. വജലസ അദ്നാഹും, നബിതങ്ങൾ പറയുന്നു ആ കൂട്ടത്തിൽ ഏറ്റവും സ്ഥാനം കുറഞ്ഞവർ. വഹാശാഹും അൻ യകൂന ഫീഹിം ദനീഹ്, അവരിൽ എങ്ങനെയാണ് സ്ഥാനം കുറഞ്ഞവരെന്ന് പറയാ? അള്ളാനെ കാണാൻ പോകുന്നവരല്ലേ, അവരെ സ്ഥാനം കുറഞ്ഞവരെന്ന് പറഞ്ഞുകൂടല്ലോ എന്ന് ഈ ഹദീസിൽ വിവരിക്കുമ്പോൾ ഉലമാ പറയും. അദ്നാഹും എന്ന് നബി തങ്ങൾ പറഞ്ഞു, അവിടെ സ്ഥാനം കുറഞ്ഞ ആളുകൾ അലാ കുസ്താനിൽ മിസ്ക്, കസ്തൂരിയുടെ മനോഹരമായ കുന്നുകളുണ്ട്, ആ കുന്നുകളിൽ ഇരിപ്പായി മുഅ്മിനീങ്ങളൊക്കെ. അവരാണ് സ്ഥാനം കുറഞ്ഞവർ. അള്ളാനെ കാണാനുള്ള ഗാലറിയാണ്. സീറ്റുകളൊക്കെ കഴിഞ്ഞു, ഇനി ചെറിയ കുന്നുകൾ. ആ കുന്ന് മണ്ണല്ല, നമ്മളെ കുന്നും പുറന്നോടത്ത് കുന്നുണ്ടാ, ചെറിയ കുന്നുകളൊക്കെ ഉണ്ട്, നമ്മുടെ മണ്ണിന്റെ കുന്നല്ല. ഖുസ്ബാനുൽ മിസ്ക്, കസ്തൂരിയുടെ കുന്നുകളാണ്. സുഗന്ധമാണ്, ഇരിക്കുമ്പോഴേക്കും സുഗന്ധമല്ലയോ, സ്വർഗീയ കസ്തൂരിയാണത്. ആ കുന്നിന്റെ മുകളിൽ സ്വർഗലോകത്തെ ഏറ്റവും സ്ഥാനം കുറഞ്ഞവർ ബാക്കിലാണ്. മുമ്പിലുണ്ട് മുത്തുകൾ, മുത്തുകളുടെ കസേരകൾ, പിന്നെയുണ്ട് പ്രകാശത്തിന്റേത്, പിന്നെയുണ്ട് മരതക കല്ലുകളുടേത്, പിന്നെയുണ്ട് സ്വർണത്തിന്റേത്, പിന്നെയുണ്ട് വെള്ളിയുടേത്. ബാക്കിൽ കുന്നുകളാണ്. ആ കുന്നുകൾ മുഴുവനും കസ്തൂരിയുടെ കുന്നുകളാണ്. അവിടെ മുഅ്മിനീങ്ങൾ മുഴുവനും ഇരിക്കുകയായി. എല്ലാവരും ഇരുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ ബാക്കിൽ കുന്നുമ്മലിരിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കും, അവർ പറയും ആ കസേരയിൽ ഇരിക്കുന്നവർ നമ്മളെക്കാളും ഉപകാരം ചെയ്തവർ, നമ്മളെക്കാളും നന്മ ചെയ്തവരല്ലോ അവര് നമ്മളെക്കാളും മെച്ചപ്പെട്ടവർ തന്നെ എന്ന് കുന്നുമേൽ ഇരുന്നു കൊണ്ട് അവരിങ്ങനെ പറയും. കസേരയിൽ ഇരിക്കുന്നവരുടെ ഭാഗ്യമേ എന്ന് കുന്നിന്മേലിരിക്കുന്നവരിങ്ങനെ പറയും ചൂണ്ടിയിട്ട്. അവരൊക്കെ ഭാഗ്യം, മാഷാ അല്ലാഹ്, നമ്മളൊന്നും അങ്ങോട്ട് എത്തിയില്ല, അവരാണ് വിഐപികൾ എന്ന് പറയുന്ന. സുബ്ഹാനല്ലാഹ്. അങ്ങനെ എല്ലാവരും ഇരിക്കുമ്പോൾ എല്ലാവരും ശാന്തമായിരിക്കുന്നു, ആരും അവിടെ സംസാരിക്കുന്നില്ല. നാദാ മുനാദിൻ, അല്ലാഹുവിന്റെ വിളിനാദം വരുന്നു. ഒരു മലക്ക് വിളിച്ചു പറയുന്നു, യാ അഹ്ലൽ ജന്ന, സ്വർഗവാസികളെ, ഇന്നലക്കും ഇൻദല്ലാഹി മൗഇദൻ യുരീദു അൻ യുൻജിസകുമൂഹ്, അല്ലാഹു നിങ്ങളോടൊരു കരാർ ചെയ്തിട്ടില്ലയോ? ആ കരാർ അല്ലാഹു പൂർത്തിയാക്കാൻ പോകുന്ന നേരമാണിത്. എന്ത് കരാറിനെ അല്ലാഹു പൂർത്തിയാക്കണം? അലം യുബയ്യിനു വുജൂഹനാ, ഞങ്ങളുടെ മുഖങ്ങൾക്ക് അല്ലാഹു പ്രകാശം തന്നില്ലേ? വയുസഖിൽ മവാസീനനാ, ഞങ്ങളുടെ നന്മയുടെ തുലാസുകൾ അല്ലാഹു കനം തൂക്കിയില്ലയോ? വയുദ്ഖിൽനൽ ജന്ന, ഞങ്ങളെ സ്വർഗ്ഗത്തിൽ കടത്തിയില്ലയോ? വയുസഹ്സിഹ്നന്നാർ, നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് അല്ലാഹു കാവൽ നൽകിയല്ലോ. ഇനി എന്തിനാണ് അല്ലാഹു ഇനിയുമുണ്ടോ? ഇനിയും ഞങ്ങൾക്കുണ്ടോ? ഇത് തന്നെ പോരെ. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞൊരായത്താണത്. അതിവിടെ നടക്കാൻ പോവുകയാണ്. ചില മുഖങ്ങൾക്കന്ന് ശോഭയുണ്ട്, പ്രകാശമുണ്ട്. ഇലാ റബ്ബിഹാ നാദിറ, അല്ലാഹുവിലേക്ക് നോക്കുമ്പോഴാണ് ആ മുഖത്തൊരു പ്രത്യേക പ്രകാശം വരാനുണ്ട്. അല്ലാഹുവിന്റെ നൂറ് കണ്ണുമായി ബന്ധിക്കുമ്പോൾ വരാൻ പോകുന്ന ഒരു പ്രകാശമുണ്ട്. അല്ലാഹുവിന്റെ മലക്ക് ഇങ്ങനെ വിളിച്ചു പറയുന്നു, അല്ലാഹു നിങ്ങൾക്കെന്തോ തരാൻ പോകുന്നുണ്ട്. പെട്ടെന്നൊരു പ്രകാശം വരുന്നു. എല്ലാവരും മേലോട്ട് തല ഉയർത്തി. അതിശക്തമായ പ്രകാശം കുന്നിൻ മുകളിൽ, കസ്തൂരിയുടെ കുന്നിൻ പുറത്തും കസേരകളിലും 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കസേരകൾ നിരത്തിയിട്ടുണ്ട്. കോടാനുകോടി മുഅ്മിനീങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അവരിൽ അമ്പിയാക്കളുണ്ട്, അവരിൽ സ്വഹാബിമാരുണ്ട്, അവരിൽ ഔലിയാക്കളുണ്ട്, അവരിൽ ആലിമീങ്ങളുണ്ട്, അവരിൽ ഉമറാക്കളുണ്ട്, സാധാരണക്കാരുണ്ട്. എല്ലാവരും ഇരിക്കുമ്പോ പെട്ടെന്ന് അല്ലാഹുവിന്റെ പ്രകാശം വരികയാണെന്ന് അവരറിയുന്നു. അല്ലാഹു വരികയാണ്. പെട്ടെന്നൊരു പ്രകാശം കാണുമ്പോൾ എല്ലാവരും ആകാശത്തേക്ക് കൈ കണ്ണുയർത്തി നോക്കുന്നു. യാ ഫഇദൽ ജബ്ബാറു ഖദ് അശ്റഫ അലൈഹിം മിൻ ഫൗഖിഹിം, അല്ലാഹു ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് ഇങ്ങനെ കാണാൻ കഴിയുന്നു. യാ അഹ്ലൽ ജന്നതി സലാമുൻ അലൈക്കും, സ്വർഗവാസികളെ നിങ്ങൾക്ക് എന്റെ രക്ഷയുണ്ട് എന്ന് അല്ലാഹു ആദ്യമായി അഭിസംബോധന ചെയ്തു കഴിഞ്ഞു. കണ്ടപ്പോഴേക്കും സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് എന്റെ രക്ഷയുണ്ട്. ആ സലാമിന് സ്വർഗവാസികൾ കൊടുക്കുന്ന മറുപടി വേറെയാണ്.
അവർ കൊടുക്കുന്ന മറുപടി അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. ഒരേ ശബ്ദത്തിൽ എല്ലാവരും ഇങ്ങനെ പറയുന്നു. ഒന്ന് പറഞ്ഞു നോക്കൂ. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. നീയല്ലയോ റബ്ബേ സലാം, നീയല്ലയോ സമാധാനം നൽകുന്നവൻ, നിന്നിൽ നിന്നല്ലയോ റബ്ബേ രക്ഷകൾ വരാനുള്ളത്. തബാറക്ത തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. പരിശുദ്ധനായ റബ്ബേ, നീയല്ലയോ എല്ലാ മഹത്വങ്ങളും അർഹിക്കുന്നത്, ഞങ്ങളൊന്നുമല്ലല്ലോ റബ്ബേ. കാരുണ്യവാൻ സലാം പറഞ്ഞിരിക്കുന്നു. ആദ്യമായി കാരുണ്യവാൻ ചോദിക്കുന്ന ചോദ്യം ഐന ഇബാദി അല്ലദീന അതാഊനി ബിൽ ഗൈബി വലം യറൗനി. എന്നെ കാണാതെ എന്റെ ലോകത്ത് ഭൂമിയിൽ ജീവിച്ചപ്പോ എന്റെ അമ്പിയാക്കന്മാരും ആലിമീങ്ങളും എന്നെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ എന്നെ കാണാതെ ഞാൻ പറഞ്ഞ നിയമങ്ങൾ പറഞ്ഞ് ജീവിച്ച, എന്നെ കാണാതെ എന്നെ അനുസരിച്ച ആളുകൾ എവിടെ? ഫഹാദാ യൗമുൽ മസീദ്. നിങ്ങൾക്ക് ഞാൻ ഇവിടെ എല്ലാം ഏറെ തരാൻ പോകുന്നു, ഇനി ഒരുപാട് ഞാൻ തരാൻ പോകുന്നുണ്ട്. അവര് പറയും റബ്ബേ, ഞങ്ങൾക്കെല്ലാം വേണ്ടത് അൻഖദ് റദീനാ ഫർദ അന്നാ. നീ തന്നത് ഞങ്ങൾക്ക് പൊരുത്തമായി റബ്ബേ, നീ ഞങ്ങളെയും പൊരുത്തപ്പെടണം. നിന്റെ റിളാ ഞങ്ങൾക്ക് വേണം റബ്ബേ, നീ ഞങ്ങളെ തൃപ്തിപ്പെടണം. ഇത് മതി റബ്ബേ, എനിക്ക് ഞങ്ങളോട് ദേഷ്യം വരരുത് റബ്ബേ. ഫർദ അന്നാ, നിന്റെ റിളാ വേണം റബ്ബേ, മറ്റൊന്നും വേണ്ട. സ്വർഗവാസികൾ ഒന്നാകെ കൊടുക്കുന്ന മറുപടി അതാണ്. റബ്ബേ മതി റബ്ബേ, നീ തൃപ്തിപ്പെട്ടാൽ മതി. നിന്റെ തൃപ്തിക്ക് വേണ്ടിയായിരുന്നു റബ്ബേ എത്രയോ മനുഷ്യന്മാർ വെറുത്തപ്പോഴും നിന്റെ തൃപ്തി കാക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ അമല് ചെയ്തത്. എത്രയോ ആളുകൾ കളിയാക്കിയപ്പോഴും നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് റബ്ബേ ഞങ്ങൾ പണിയെടുത്തത്. എത്രയോ ആളുകൾ പിന്തിരിപ്പിക്കുമ്പോഴും അല്ലാഹുവേ നിനക്ക് വേണ്ടിയല്ലോ ഞങ്ങൾ ജീവിച്ചത്, അതുകൊണ്ട് നീ ഞങ്ങളെ തൃപ്തിപ്പെടണം. ഞങ്ങൾ നിന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു റബ്ബേ, ഞങ്ങൾക്കത് മതി. അല്ലാഹുവിന്റെ മറുപടി വരുന്നു, യാ അഹ്ലൽ ജന്നഹ്, സ്വർഗവാസികളെ, ഞാൻ തൃപ്തിപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ സ്വർഗത്തിൽ വരില്ലല്ലോ. നിങ്ങളെ ഞാൻ ഇവിടെ പാർപ്പിച്ചത് ഞാൻ തൃപ്തിപ്പെട്ടത് കൊണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കിവിടെ തരാൻ പോകുന്നത് ഏറെയാണ്. ഫസ്അലൂനി, ചോദിച്ചോളൂ, എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടത്. എല്ലാവരും ഗാലറികൾ ഇരിക്കുന്നവർ, കസേരകളിൽ കോടാനുകോടി മുഅ്മിനീങ്ങൾ ഇരിക്കുന്ന ഒരു സദസ്സ്. ആയിരക്കണക്കിന് കുന്നിന്റെ കസ്തൂരിയുടെ കുന്നുകളിൽ ലക്ഷക്കണക്കിനല്ല കോടാനുകോടി മുഅ്മിനീങ്ങൾ ആ കുന്നുകളിൽ കാഴ്ച കാണാനിരിക്കുകയാണ്. അല്ലാഹു ജല്ല ജലാൽ ഇറങ്ങി വന്നിരിക്കുന്നു. അല്ലാഹുവിന്റെ നൂറാണ് വന്നിരിക്കുന്നത്. റബ്ബിന്റെ സംസാരമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ തിരുമുഖം ഇപ്പോഴും കണ്ടിട്ടില്ല. അല്ലാഹു ചോദിക്കുന്നു, ചോദിച്ചോളൂ, ഫസ്അലൂനി, ചോദിച്ചോളൂ എന്ന് പറയുമ്പോ സ്വർഗവാസികൾ എല്ലാവരും ഒരേ ശബ്ദത്തിൽ അല്ലാഹുവിനോട് അപേക്ഷിക്കുകയാണ്, അരിനാ വജ്ഹക നൻദുർ ഇലൈക്, നിന്റെ പരിശുദ്ധമായ മുഖം ഒന്ന് കാണിച്ചു തരുമോ, ഞങ്ങളൊന്ന് നോക്കട്ടെ റബ്ബേ. അരിനാ വജ്ഹക നൻദുർ ഇലൈക്, കൊതിച്ചതായിരുന്നു റബ്ബേ. നിന്റെ പരിശുദ്ധമായ മുഖം സുന്ദരമാണെന്നറിയാം റബ്ബേ, നീയല്ലയോ ലോകം പടച്ചത്. നിന്നെയൊന്ന് കാണിച്ചു തരുമോ, നിന്നെയൊന്ന് കാണിച്ചു തരുമോ, അതാണ് റബ്ബേ ഞങ്ങൾക്ക് വേണ്ടത്. ഇനിയും തരാമെന്ന് നീ ഞങ്ങളോട് വാക്ക് തന്നെങ്കിൽ ചോദിക്കാനുള്ള ഒരേ ഒരു അപേക്ഷ അതാണ് റബ്ബേ, അരിനാ വജ്ഹക നൻദുർ ഇലൈക്, നിന്നെ ഒന്ന് കാണിച്ചുതാ, നിന്റെ മുഖത്തിന്റെ ആവരണം ഒന്ന് നീക്കിത്താ, ഞങ്ങൾ ആ മുഖത്തേക്കൊന്ന് നോക്കട്ടെ റബ്ബേ. സത്യവിശ്വാസികളെല്ലാവരും ഒരേ ശബ്ദത്തിൽ അല്ലാഹുവിനോട് ആവശ്യപ്പെടുന്നു. അല്ലാഹുവിന്റെ പ്രകാശത്തിന്റെ കോടാനുകോടി മറകൾ അല്ലാഹു നീക്കുകയായി.
മറകൾ ഓരോന്നോരോന്ന് നീക്കുകയും അല്ലാഹു മെല്ലെ മെല്ലെ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഓരോരോ മറകൾ നീങ്ങുകയായി, പ്രകാശത്തിന്റെ ഹിജാബുകൾ നീങ്ങുകയായി. അല്ലാഹുവിന്റെ പ്രകാശം അവരെ മുഴുവനും പതിയുകയായി. ലൗലാ അന്നല്ലാഹ ഖളാ അല്ലാ യഹ്തരിഖൂ ലഹ്തറഖൂ, അവരെ കരിഞ്ഞു പോവരുത് എന്ന അല്ലാഹുവിന്റെ തീരുമാനമുള്ളത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ആ പ്രകാശത്തിന്റെ ധാരയിൽ അവർ കരിഞ്ഞു പോയേനെ. ആ പരിശുദ്ധമായ പ്രകാശധാരയിൽ അവർ മുങ്ങുകയും തിരുമുഖം അവർ കാണുകയും ചെയ്യും. കണ്ണമ്മ വട്ടാതെ നോക്കി നിൽക്കും. അല്ലാഹുവേ മതി വരുന്നില്ല റബ്ബേ, അല്ലാഹുവേ മതി വരുന്നില്ല റബ്ബേ എന്ന് പറഞ്ഞ് തിരുദാത്തിലേക്ക് അവർ നോക്കി നിൽക്കുന്ന റബ്ബ ആ സമയമാണത്. ولا يبقى في ذلك المجلس أحد إلا حاضره ربه تبارك وتعالى. അവിടെ വന്ന കോടാനുകോടി മനുഷ്യരിൽ ഓരോരുത്തരോടും വെവ്വേറെ വെവ്വേറെ അല്ലാഹു അന്ന് സംസാരിക്കുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് നബിയേ, അല്ലാഹു അങ്ങേക്ക് നിശ്ചയിച്ച സമയം ഇവിടെ അവസാനിച്ചു. അങ്ങ് അല്ലാഹുവിന്റെ അരികത്തേക്ക് പോരുന്നോ നബിയേ? ലോകാവസാനം വരെ ഈ ലോകത്ത് തന്നെ മദീനയിലോ അങ്ങ് ഇഷ്ടപ്പെടുന്നിടത്തോ പൂർണ്ണ ആരോഗ്യത്തോടെ അല്ലാഹു നിങ്ങളിവിടെ നിർത്തിത്തരാം, അങ്ങ് വരുന്നോ അല്ല ഇവിടെ നിൽക്കുന്നോ എന്ന് മുഖറബുൽ അംലാഖ് ഹബീബിന്റെ കൂട്ടുകാരൻ ജിബ്രീലു അലൈഹിസ്സലാം ഹബീബായ തങ്ങളോട് വഫാത്തിന്റെ നേരത്ത് വന്ന് ചോദിച്ചപ്പോൾ ഈ റബ്ബിനെ കാണാനാ ഹബീബ് പറഞ്ഞത്, ബലിർ റഫീഖൽ അലാ, ബലിർ റഫീഖൽ അലാ, ബലിർ റഫീഖൽ അലാ. അല്ലാഹുവേ നിന്റെ ഉന്നതമായ സാമീപ്യം, നിന്നെ വേണം റബ്ബേ, എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ വേണം. اللهم وفقنا له ربي اللهم ارزقنا لذة النظر إلى وجهك يا الله. നിന്നെ കാണാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. الحمدلله حمدا يوافي نعمه يكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا محمد الصادق المصدوق الفاتح لما أغلق